സ്റ്റുഡൻസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ സ്ലൈഡിലാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിലൊരു കാര്യം പറയാൻ വിട്ടിട്ടുണ്ട്. നമ്മൾ ഇക്വേഷൻ എഫ്എക്സിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് റോ എ വി ആർ വൺ ഇൻറ്റു വി ആർ വൺ കോസ് തീറ്റ പ്ലസ് വി ആർ ടു കോസ് ഫൈ എന്നായിരുന്നു. അതിൽ വി ആർ വൺ കോസ് തീറ്റേനെ വി ആർ ടു കോസ് ഫൈനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. ഈ ഫിഗറിൽ നോക്കിയാൽ വി ആർ വൺ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ വി ഡബ്ല്യു വൺ മൈനസ് യു വൺ ഡിവൈഡഡ് ബൈ വി ആർ വൺ എന്നല്ലേ അല്ലേ? അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് വി ആർ വൺ കോസ് തീറ്റ എന്ന് കിട്ടുന്നത്. അപ്പോൾ വി ആർ വൺ കോസ് തീറ്റനെ മാറ്റി നമുക്ക് വി ഡബ്ല്യു വൺ മൈനസ് യു വൺ എന്ന് എഴുതാം. അതേപോലെ വി ആർ ടു കോസ് ഫൈനെ എങ്ങനെ എഴുതാം? ഫിഗറിൽ നോക്കിയാൽ വി ആർ ടു കോസ് ഫൈ എന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കിളിൻ്റെ ഹൊറിസോണ്ടൽ സൈഡാണ്. അപ്പോൾ അതിന് നമുക്ക് വി ഡബ്ല്യു ടു യു ടു എന്ന് എഴുതാം. അതായത് ഈ ഫിഗറിൽ നോക്കിയാൽ വി ആർ വൺ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ വി ആർ വണ്ണിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻ്റാണ്. അതിന് നമുക്ക് വി ഡബ്ല്യു ടു മൈനസ് യു ടു വി ഡബ്ല്യു വൺ മൈനസ് യു വൺ എന്ന് എഴുതാം. അതേപോലെ വി ആർ ടു കോസ് ഫൈനെ നോക്കുകയാണെങ്കിൽ നമുക്ക് വി ഡബ്ല്യു ടു പ്ലസ് യു ടു എന്ന് എഴുതാം. അപ്പോൾ വി ആർ വൺ കോസ് തീറ്റയ്ക്ക് പകരം വി ഡബ്ല്യു വൺ മൈനസ് യു വൺ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി ആർ ടു കോസ് ഫൈക്ക് പകരം വി ഡബ്ല്യു ടു പ്ലസ് യു ടു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ യു വണ്ണും ഇവിടെ ഈ കേസിൽ യു വണ്ണും യു ടുവും സെയിം ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. കാരണം ഒരു സ്ഥലത്ത് മൈനസ് യു വണ്ണും ഒരു സ്ഥലത്ത് പ്ലസ് യു ടു ആണ് വരുന്നത്. അപ്പോൾ രണ്ട് സെയിം ആണ്. അത് രണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെയായി മാറും? റോ എ വി ആർ വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു എന്ന് ആയി മാറും. ജസ്റ്റ് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അതും കൂടെ ഓർത്ത് വെക്കുക. ഇങ്ങനൊരു റേഡിയലി കർവ്ഡ് വെയിൻ മൂവിങ് ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എഫ്എക്സിൻ്റെ ഇക്വേഷൻ റോ എ വി ആർ വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു എന്ന് പറയുന്നൊരു ഇക്വേഷനും കൂടിയുണ്ട്. അടുത്ത സ്ലൈഡിൽ ബീറ്റ ആംഗിൾ മാറുന്നതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് ആവശ്യമില്ല ഇപ്പോൾ തൽക്കാലം. ഇനി അടുത്തത്, എപ്പോഴെങ്കിലും നമ്മൾ ഒരു പവർ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു സിംഗിൾ വെയിൻ യൂസ് ചെയ്യും. നമ്മളിപ്പോൾ പഠിച്ചതൊക്കെ എന്താ? ഒരു സിംഗിൾ വെയിനിൻ്റെ മേലെ ഒരു ജെറ്റ് വന്ന് ഇമ്പാക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എഫക്ട്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസാണ് കണ്ടുപിടിച്ചത്. പക്ഷേ അങ്ങനെയുള്ളൊരു സ്ലൈഡിൻ്റെ തന്നെ ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ കണ്ടു ഒരു സീരീസ് ഓഫ് വെയിൻസ് ആയിരിക്കും. ഒരു റണ്ണറിൻ്റെ മേലെ അറ്റാച്ച് ചെയ്ത സീരീസ് ഓഫ് വെയിൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സിംഗിൾ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒരിക്കലും അവിടെ ഉണ്ടാവില്ല. ഒരു സിംഗിൾ പ്ലേറ്റിൻ്റെ മേലെ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു, അത് മൂവ് ചെയ്യുന്നു, അങ്ങനൊരു ഓപ്ഷൻ തിയറിറ്റിക്കൽ മാത്രമാണ്. പ്രാക്ടിക്കലി അങ്ങനെ ഉണ്ടാവുക വെച്ചാൽ ഒരു റണ്ണർ ഉണ്ടാവും, അതിൻ്റെ മേലെ നിറയെ വെയിൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ജെറ്റ് വന്ന് ഓരോ വെയിനിൻ്റെ മേലെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഓരോ വെയിനും മൂവ് ചെയ്യും, അതിൻ്റെ പ്ലേസിലേക്ക് അടുത്ത വെയിൻ വരും, പിന്നെ അതിൻ്റെ മേലെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് മൂവ് ചെയ്യും, അതിൻ്റെ പ്ലേസിൽ അടുത്ത വെയിൻ വരും. അങ്ങനെ സീരീസ് ഓഫ് വെയിൻസ് ഇങ്ങനെ അവിടെ ഇങ്ങനെ വന്നിട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ജെറ്റ് വന്ന് വെയിൻ്റെ മേലെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എഫ്എക്സിൻ്റെ ഇക്വേഷനിൽ യൂസ് ചെയ്യേണ്ട വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ജെറ്റിൻ്റെ വെലോസിറ്റിയുടെയും ഈ പ്ലേറ്റ് മൂവ് ചെയ്യുന്ന പ്ലേറ്റിൻ്റെ വെലോസിറ്റിയുടെയും റിലേറ്റീവ് വെലോസിറ്റി ആണ് എന്ന്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ സീരീസ് ഓഫ് വെയിൻസ് ആണ്. ഒരു പ്ലേറ്റിൻ്റെ മേലെ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്തു, അത് മൂവ് ചെയ്തു, അടുത്ത സെക്കൻഡിൽ തന്നെ അടുത്ത പ്ലേറ്റ് വന്നിട്ട് ആ ആദ്യത്തെ പ്ലേറ്റിൻ്റെ പൊസിഷനിൽ നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ മൂവിങ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ആക്ച്വലി ഇല്ല. ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് അടുത്തത് വരുന്നുണ്ട്. അപ്പോൾ മൂവ് ചെയ്യുന്ന ആ എഫക്റ്റ് അവിടെ ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണ്ട? ഇവിടെ വി എടുക്കുമ്പോൾ എപ്പോഴും ഈ സ്ട്രൈക്ക് ചെയ്യുന്ന മാസ് എടുക്കുമ്പോൾ അവിടെ റിലേറ്റീവ് വെലോസിറ്റി എടുക്കണ്ട. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇക്വേഷൻ അനുസരിച്ച് എഫ് എക്സ് ഈസ് ഈക്വൽ ടു റോ എ വി ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി ആണ്. അപ്പോൾ ആ ഇക്വേഷനിൽ ഈ പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയൊരു വ്യത്യാസം വരും. ഇക്വേഷൻ എന്തായിട്ട് മാറും? എഫ് എക്സ് ഈസ് ഈക്വൽ ടു റോ എ ഇൻറ്റു റിലേറ്റീവ് വെലോസിറ്റി ഇൻറ്റു ഇനീഷ്യൽ റിലേറ്റീവ് വെലോസിറ്റി മൈനസ് ഫൈനൽ റിലേറ്റീവ് വെലോസിറ്റി എന്നാവും. ഇനി ഇങ്ങനൊരു സീരീസ് ഓഫ് പ്ലേറ്റ് വരുന്ന സമയത്ത് നമ്മൾ റോ എ ഇൻറ്റു റിലേറ്റീവ് വെലോസിറ്റി എന്ന് എടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എടുക്കേണ്ട ആവശ്യമില്ല. റോ എ ഇൻറ്റു വി തന്നെ എടുക്കാം നമുക്ക്. എന്താണെന്ന് വെച്ചാൽ ഈ റോ എ വി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദ ജെറ്റാണ് റോ എ വി. അപ്പോൾ നമ്മളൊരു സിംഗിൾ പ്ലേറ്റ് വെച്ച് ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്ത്, അപ്പോൾ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ സിംഗിൾ പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റയർ മാസിന് അതിനെ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ റോ എ ഇൻറ്റു റിലേറ്റീവ് വെലോസിറ്റി എന്ന് എടുക്കുന്നത് മാസിൻ്റെ സ്ഥാനത്ത്.
മൂവ് ചെയ്യുന്ന കേസിൽ. ഇവിടെ മൂവിങ് എന്ന് പറയുന്നൊരു എഫക്റ്റ് ഇല്ല. ഒരു ജെറ്റ് വന്ന് പ്ലേറ്റിനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ പ്ലേറ്റ് മൂവ് ചെയ്താലും ഉടനെ ആ സ്ഥാനത്ത് അടുത്ത പ്ലേറ്റ് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദ ജെറ്റ് എടുക്കുമ്പോൾ ρAv എടുക്കുമ്പോൾ അവിടെ v എന്ന് പറയുന്നത് നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ വരുന്ന ജെറ്റിൻ്റെ വെലോസിറ്റി v തന്നെ എടുക്കാം. അപ്പോൾ ρAv ഇൻറ്റു ഇനീഷ്യൽ റിലേറ്റീവ് വെലോസിറ്റി മൈനസ് ഫൈനൽ റിലേറ്റീവ് വെലോസിറ്റി എന്നായിരിക്കും അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ F ഈസ് ഈക്വൽ ടു ρAv ഇൻറ്റു ഇനീഷ്യൽ റിലേറ്റീവ് വെലോസിറ്റി എന്താ v മൈനസ് u. അതെടുക്കുമ്പോൾ മൊമെൻറ്റം എടുക്കുമ്പോൾ വെലോസിറ്റി ചേഞ്ച് എടുക്കുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എടുക്കണം. ഉള്ളിൽ ഇനീഷ്യൽ റിലേറ്റീവ് വെലോസിറ്റി മൈനസ് ഫൈനൽ റിലേറ്റീവ് വെലോസിറ്റിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇനീഷ്യൽ റിലേറ്റീവ് വെലോസിറ്റി v മൈനസ് u ആണ്. ഇതിനെ ഓരോ പ്ലേറ്റിനെ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം വാട്ടർ രണ്ട് ഭാഗത്തേക്കും സ്പ്ലാഷ് ചെയ്യുകയാണ്. അപ്പോൾ യുവിൻ്റെ ഡയറക്ഷനിൽ പിന്നെ ഈ വാട്ടറിന് വെലോസിറ്റി ഇല്ല. അപ്പോൾ ഫൈനൽ റിലേറ്റീവ് വെലോസിറ്റി 0 ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ρAv ഇൻറ്റു v മൈനസ് u മൈനസ് 0 എന്ന് വരും. അതായത് ρAv ഇൻറ്റു v മൈനസ് u. അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കും. ഇക്വേഷൻ ഓഫ് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് ഓൺ സീരീസ് ഓഫ് ഫ്ലാറ്റ് വെയിൻസ് എന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്. സീരീസ് ഓഫ് ഫ്ലാറ്റ് വെയിൻസ് ആകുമ്പോൾ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. മാസ് ബൈ ടൈമിൻ്റെ ഇക്വേഷനിലെ ρAv, ആ ρAv എടുക്കുമ്പോൾ മൂവ് ചെയ്യുന്നത് കൊണ്ട് ആ v നമ്മൾ സാധാരണ റിലേറ്റീവ് വെലോസിറ്റി എടുക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതുണ്ടാവില്ല ഇവിടെ. മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് എന്ന് പറഞ്ഞാൽ ρAv തന്നെയായിരിക്കും. ആ വിക്ക് പകരം ഒരിക്കലും റിലേറ്റീവ് വെലോസിറ്റി എടുക്കരുത്. ഉള്ളിൽ ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി ചെയ്യുന്ന അവിടെ എന്തെടുക്കണം? റിലേറ്റീവ് വെലോസിറ്റിന് എടുക്കണം. v മൈനസ് u ആണ് ഇനീഷ്യൽ റിലേറ്റീവ് വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി ഇല്ല, 0 ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാട്ടർ പ്ലേറ്റിനെ സ്ട്രൈക്ക് ചെയ്തിട്ട് രണ്ട് ഭാഗത്തേക്കും 90 ഡിഗ്രിയിൽ സ്പ്ലാഷ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ യുവിൻ്റെ ഡയറക്ഷനിൽ പിന്നെ വെലോസിറ്റി ഇല്ല. അപ്പോൾ അത് 0 ആണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ρAv എടുക്കുമ്പോൾ v റിലേറ്റീവ് എടുക്കരുത്. ഇത് മൂവിങ് ആണെങ്കിൽ പോലും v തന്നെ എടുക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഒരു പ്ലേറ്റ് പോയി അടുത്ത പ്ലേറ്റ് ഓൺ ദി സ്പോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ യു മൂവ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന ആ റിഡക്ഷൻ ഇൻ മാസ് ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഒന്ന്. പിന്നെ അടുത്തത് ഇതേ കാര്യം തന്നെ ഈ റണ്ണറിൻ്റെ മേലെ നമ്മൾ മൗണ്ട് ചെയ്യുന്ന പ്ലേറ്റ്സ് കേർവ്ഡ് ആണെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ എന്നാണ്. ഇവിടെ അതേപോലെ തന്നെയാണ്. കേർവ്ഡ് ആകുമ്പോൾ നമ്മൾ ഇക്വേഷൻ മുന്നേ നോക്കുക. എന്താണ്? ρAv ഇൻറ്റു v മൈനസ് u പ്ലസ് v മൈനസ് u കോസ് തീറ്റ എന്നാണ് ആക്ച്വലി ഇക്വേഷൻ വരേണ്ടത്. ഒരു റേഡിയലി കേർവ്ഡ് വെയിനിനെ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിലുള്ള ഇക്വേഷൻ വരേണ്ടത് ρAv ഇൻറ്റു v മൈനസ് u പ്ലസ് v മൈനസ് u കോസ് തീറ്റ എന്നാണ്. ഇത് സീരീസ് ഓഫ് വെയിൻ ആയതുകൊണ്ട് എന്താണ് നമുക്ക് മാറ്റം? ρAv നമ്മൾ ρAv തന്നെ എഴുതും. അതായത് ഒരു കേർവ്ഡ് ആയിട്ടുള്ള വെയിന് ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇക്വേഷനിൽ ρAvയിൽ വിക്ക് ഒരിക്കലും റിലേറ്റീവ് വെലോസിറ്റി കൊടുക്കരുത്. ബാക്കി ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റിയിൽ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എടുക്കണം. അപ്പോൾ നമുക്ക് ρAv ഇൻറ്റു v മൈനസ് u പ്ലസ് v മൈനസ് u കോസ് തീറ്റ എന്ന ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു സിംഗിൾ പ്ലേറ്റ് ആണെങ്കിൽ ഒരു ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ സിംഗിൾ പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ വരിക ഇൻറ്റു റോറ്റിന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എഫക്ട്സിൻ്റെ ഇക്വേഷൻ ρA ഇൻറ്റു VR1 or VR ഇൻറ്റു VR1 മൈനസ് VR2 എന്നാണ് വരേണ്ടത്. പക്ഷേ അത് സീരീസ് ഓഫ് വെയിൻസ് ആണെങ്കിൽ എഫക്ട്സിൻ്റെ ഇക്വേഷൻ വരിക എഫക്ട്സ് ഈസ് ഈക്വൽ ടു ρA ഇൻറ്റു V. ആ റോയേൻ്റെ കൂടെയുള്ള വെലോസിറ്റിക്ക് ഒരിക്കലും റിലേറ്റീവ് വെലോസിറ്റി കൊടുക്കരുത് ഇഫ് ഇറ്റ് ഈസ് എ കേസ് ഓഫ് സീരീസ് ഓഫ് വെയിൻസ്. ഓക്കെ, ρAv ഇൻറ്റു v മൈനസ് u എന്ന് വരും. കേർവ്ഡ് വെയിനാണ് മൗണ്ട് ചെയ്തെങ്കിൽ ഇക്വേഷൻ ρAv ഇൻറ്റു v മൈനസ് u പ്ലസ് v മൈനസ് u കോസ് തീറ്റ എന്ന് വരും. ഓക്കെ.